നമസ്തേ, ഞാൻ ശിവറാം ബാബുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കർക്കിടകം രാശിയിൽ ജനിച്ച ആൾക്കാർ തന്നെ കുട്ടികളെ തൊട്ട് നഴ്സറി കഴിഞ്ഞാലുള്ള സമയം തൊട്ട് നമ്മൾ വിദ്യാഭ്യാസത്തെ പറ്റി ആലോചിക്കും. ഏത് ഭാവിയിൽ എന്താകണം ഇന്ന് ആലോചന തുടങ്ങുന്ന സമയമാണ്. ആക്ച്വലി നഴ്സറി ഒന്നുമല്ല, കുട്ടി ഗർഭിണിയായിരുന്ന സമയത്തെ കിൻഡർ ഗാർഡനും മറ്റും ബുക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അത് വിടാം. അപ്പോൾ 10ാം ക്ലാസ് അല്ല, +2 കഴിഞ്ഞിട്ട് ആലോചിക്കുന്നതായിരുന്നു പണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല, നഴ്സറി കഴിയുമ്പോഴേ ആലോചിക്കും. അതിനുള്ള ചില ഗൈഡൻസ് നമ്മുടെ ജ്യോതിഷം നമുക്ക് തരുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഏതൊക്കെ നക്ഷത്രമാണെന്ന് പറയാമെന്ന് പറഞ്ഞാൽ, പൂർണ്ണ നക്ഷത്രത്തിലെ അവസാനത്തെ ഒരു ഭാഗം, പൂയം, ആയില്യം, ഇത് മൂന്നും അടങ്ങുന്നതാണ് കർക്കിടകം രാശി. ആ കർക്കിടകം രാശിയുടെ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. കർക്കിടകം രാശി ജനിച്ച ആൾക്കാർ വളരെ കുടുംബസ്നേഹികളാണ്, നല്ല പെരുമാറ്റം, നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നവരാണ്, നല്ല അനുസരണശീലം, അവർ ഒബേ ചെയ്യുന്നവരാണ് കാര്യങ്ങൾ. വളരെ ഭാവനാസമ്പന്നരാണ്. എന്ന് വെച്ചാൽ വളരെ ഉള്ളിൽ നിന്ന് തന്നെ അവർക്ക് ചില സർഗശക്തികൾ കഴിവുള്ളവർക്കുണ്ട്. കലാപരമായി നല്ല കഴിവുള്ളവരാണ് ഇവർ. ചെറിയ ഭയമുണ്ട് ഇവർക്ക്, ചെറിയ ഭയങ്ങളുണ്ട് ഇവർക്ക്. അമ്മയുടെ ലാളന, ഭയമുള്ളതുകൊണ്ട് തന്നെ അമ്മയുടെ ലാളന അതിയായി ആഗ്രഹിക്കുന്നവരാണ്. ഇവരാരെങ്കിലും പൂഴ്ത്തിയാലൊക്കെ ഇവർക്ക് വലിയ ഇഷ്ടമാണ്, പൂഴ്ത്തലൊക്കെ ആവശ്യമാണ്. ഇവർക്ക് ആവശ്യമായ ലാളനയും പ്രോത്സാഹനവും അമ്മയും കുടുംബങ്ങളും കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഈ കുട്ടികൾ വളർന്നു വരും. കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വന്നാലേ നമുക്കറിയാം നന്നായിട്ട് വിദ്യാഭ്യാസത്തിന് തയ്യാറാവുള്ളൂ. ഇല്ലെങ്കിൽ വരുന്നവർ അന്തർമുഖരാവും. ആൾക്കാരെ ഫേസ് ചെയ്ത് അകത്ത് കയറി ഇരിക്കുന്നവർ അന്തർമുഖത്വം ഉണ്ടാകും, പല കാര്യങ്ങളും പുറത്തോട്ട് വരില്ല. തൊഴിൽപരമായി ചിന്തിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ പല മേഖലയിലും ഇവരെ കാണാൻ കഴിയും. ഇവർക്ക് മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷ ഇവരെ പത്രപ്രവർത്തനം, രാഷ്ട്രീയം, എഴുത്തുകാർ, കസ്റ്റമർ കെയർ, പബ്ലിക് റിലേഷൻസ്, മാർക്കറ്റിംഗ് എന്നീ തൊഴിൽ മേഖലയിലെത്തിക്കും. അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള കാര്യം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹമുള്ള മേഖലയാണ്. ഇവരുടെ കുടുംബസ്നേഹവും അതേപോലെ തന്നെ വരുന്ന ആഹാരപ്രിയത്വവും ഇവരെ നഴ്സിംഗ്, പാചകം, ഹോട്ടൽ ബിസിനസ്, ഇൻറ്റീരിയർ ഡെക്കറേഷൻ തുടങ്ങിയ മേഖലകളിലും ഇവരുടെ ജലത്തിനോടുള്ള പ്രേമം, താല്പര്യം, നേവി, കപ്പൽ, പാൽ കച്ചവടം, മദ്യം, സഞ്ചാരം തുടങ്ങിയവയിലും രാശിക്ക് വ്യാഴൻ്റെ ബന്ധങ്ങളുണ്ടെങ്കിൽ ഡോക്ടറായും ഇവരെ കാണാൻ കഴിയും. ഇതൊക്കെയാണ് ഇവരുടെ ജനറലായി പറയുന്ന കാര്യങ്ങൾ. ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ, പുണർത്തിൻ്റെ അവസാന ഭാഗം അവർക്കൊരു പ്രത്യേകത ഉണ്ട്, വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് അവരുടെ തൊഴിൽ സ്പെഷ്യലായിട്ട് വരുമ്പോഴേക്കും ഫിസിഷ്യൻസ് വരാം, ഡോക്ടേഴ്സ് വരാം, റിലീജിയസ് ഹെഡ് എന്ന് വെച്ചാൽ മതപരമായ വലിയ ആൾക്കാർ, തിരുമേനിയോ അല്ലെങ്കിൽ പള്ളിയിലച്ഛനോ ആ ലെവൽ, ഹയർ ലെവൽ ആൾക്കാർ, ടെമ്പിൾ എക്കണോമിക്സ്, ക്ഷേത്രത്തിൻ്റെ കണക്കുകളൊക്കെ നോക്കുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് എക്സ്പേർട്ട്, ഇവർ സ്റ്റാറ്റിസ്റ്റിഷ്യൻസാണ്, കണക്കുകൾ സൂക്ഷിക്കുമ്പോൾ മിടുക്കരാണ്, ജഡ്ജസ്, പ്രൊഫസർ, സെയിലർ, ട്രാവലേഴ്സ്, പബ്ലിക് കൺവെയൻസ്, ഡീലേഴ്സ് ഇൻ വാട്ടർ ബേസ്ഡ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ബിവറേജസ് ആകാം, വെള്ളം വാട്ടർ പ്ലാന്റ്സുകളാകാം, പിന്നെ നഴ്സസ്, വാട്ടർ സപ്ലൈസ്, ജലവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും ഇവരുടെ ഇതിൽ വരുന്നതാണ്. ഇത് വരുന്നതാണ് പൂയം നക്ഷത്രം. ഇതാണ് ഞാനിപ്പോൾ പറയുക പുണർതമാണ്. പൂയം നക്ഷത്രം വരുമ്പോൾ മൈൻ പ്രോഡക്ട്സാണ്. മൈനിങ് ആൻഡ് ജിയോളജി ആൻഡ് മൈനിങ്ങിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്ട്സാണ്. കെറസിൻസ്, മണ്ണെണ്ണ, പെട്രോളിയം പ്രോഡക്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളൊക്കെ ഇവർക്ക് വരും. കോള്, നമ്മുടെ പിന്നെ വാട്ടർ വെല്ല്, ഗ്രൗണ്ട് വാട്ടർ പ്ലാന്റ്സ്, ഗ്രൗണ്ട് വാട്ടർ പമ്പിങ് സിസ്റ്റം, ബന്ധപ്പെട്ട കടൽ ബന്ധപ്പെട്ട പഠനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട മറൈൻ ആൾക്കാർ, നേവി, ആ ലെവലുമായി ബന്ധപ്പെട്ട എല്ലാം വരും. പിന്നെ അഗ്രികൾച്ചർ ലാൻഡ്സ്, ഭൂമി, കൃഷിക്കാർ, കൃഷി ഉപകരണങ്ങൾ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എൻജിനീയറിങ്, പിന്നെ ബ്രിഡ്ജസ്, ഡാം, ടണൽ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വലിയ വർക്കുകൾ അതെല്ലാം സബ്മറൈൻസ് വരും, മറൈൻ എഞ്ചിനീയേഴ്സ് വരും. ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളാണ്. പിന്നെ വരുന്നത് ആയില്യമാണ്. ആയില്യത്തിൽ വരുന്നത് അവർ മാർക്കറ്റിംഗ് പീപ്പിളാണ്. അവർ മാർക്കറ്റ് ചെയ്യാൻ മിടുക്കരാണ്, ബിസിനസ്സിൻ്റെ ആൾക്കാരാണ്, കമേഴ്സാണ്, ആരെയും ബുധനുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ ട്രേഡ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, കറസ്പോണ്ടൻ്റാണ്,
ആദർ എന്ന് പബ്ലിഷിംഗ് രംഗത്തുള്ളവർ, എഴുത്തുകാർ, റൈറ്റർ, പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഇങ്ക്, പെയിൻറ്റ്, വാട്ടർ സപ്ലൈ ഒക്കെ ബന്ധം വരും. ട്രാവലേഴ്സ് വരും, ഗൈഡിങ് വരും, അസ്ട്രോളജർ വരും, മാത്തമാറ്റീഷ്യൻസ് വരും, അതേപോലെ തന്നെ നഴ്സസ്. ഇതൊക്കെ ഇവർക്ക് സുഖമായിട്ട് വരാൻ പറ്റുന്ന തൊഴിലാണ്. ഇനി ഇവർക്ക് നമുക്ക് കുറച്ചുകൂടെ പറയാം, കർക്കിടകൻ രാശിക്കാർ സ്പെഷ്യലൈസ്ഡായ തൊഴിലുകളും ശോഭിക്കും. അതിലേക്ക് ചില പുതിയ കോഴ്സുകളായ ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരേ കോഴ്സുണ്ട് കുട്ടികൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പെർഫ്യൂഷൻ ടെക്നോളജി, ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി, എയർ ഹോസ്റ്റസ്, കാറ്ററിംഗ് ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അവർക്ക് വരാൻ പറ്റുന്നതാണ്. കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, ഫാഷൻ ടെക്നോളജി, ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ്, ലൈബ്രറി സയൻസ്, സോഷ്യൽ വർക്ക്, എയറോനോട്ടിക്കൽ, ഡയറ്റീഷ്യൻ കോഴ്സ് തുടങ്ങിയവയും ഇവർക്ക് ശ്രമിക്കാവുന്നതാണ്. ഇതിലൊക്കെ ഇവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റീഷ്യൻ, ലിക്വിഡ് ബേസിസ് വർക്കുകളെല്ലാം, കെമിക്കൽ വരാം, പോയിസൺസ് വരാം, ഇതൊക്കെ ബന്ധപ്പെട്ട വർക്കുകളെല്ലാം ഇവർക്ക് അനുകൂലമായി ഇവർക്ക് ശോഭിക്കാൻ പറ്റുന്ന വർക്കുകളാണ്. അതുപോലെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഇവർ കസ്റ്റമർ റിലേഷനാണ്. ഏറ്റവും ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന പല സ്ത്രീകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ ഒരു അമ്മയെപ്പോലെ തന്നെ ആൾക്കാരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നല്ലൊരു കസ്റ്റമർ കെയർ ഓഫീസിൽ നല്ലൊരു ലേഡിയാണ് ഒരു ഓഫീസിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഓഫീസിലെ ആൾക്കാർക്ക് പകുതി ഭാരം കുറയും എന്നാണ് കണ്ടിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഫർദറായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, പറഞ്ഞു തരാം. എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ. നല്ലൊരു വിഷു ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.